ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും നിങ്ങളുടെ കൂടെ. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്, നിങ്ങൾ എന്നെ അവിടെയും ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ തരത്തിലാണ് റീഡിങ്സ് ഇടാറ്, അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ എന്നെ DM ചെയ്യാം ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ചാനലിൻ്റെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. മെമ്പേഴ്സിനാണ് ആദ്യം എല്ലാം വീഡിയോസ് ആക്സസ് കിട്ടാറ്. അപ്പോൾ ചാനലിൻ്റെ മെമ്പർ ആവുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ഓവറോൾ എനർജി മെയ് മാസത്തിന് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി ഏസ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ പാസ്റ്റിൽ കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി മെയ് മാസത്തിൻ്റെ ഏസ് ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം മെയ് മാസത്തിൽ ചാലഞ്ച് ഡെത്ത്. നിങ്ങളുടെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് ഈ മാസം എന്താ ഉണ്ടാവുക? 9 ഓഫ് കപ്സ്. ഔട്ട്കം ആണ് ഈ കാർഡ്. അപ്പോൾ ജെമിനായി, ഇവിടെ കുറേ കപ്സ് എനർജീസ് ഉണ്ട്. അപ്പോൾ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി കുറേ എവിഡൻ്റ് ആണ് ഇവിടെ. അതല്ലാണ്ട് കപ്സ് ഇമോഷൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം കുറച്ചുകൂടിയും ഒരു ഇമോഷണൽ മന്ത് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ ഫീലിങ്സ്, ഇമോഷൻസ്, അതൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു സ്റ്റാഗ്നൻറ്റ് ഫേസിന് പുറത്തു വരുന്ന എനർജിയാണ്. ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അതല്ല വെച്ചാൽ ക്ലാരിറ്റിയുടെ എനർജിയാണ്. നിങ്ങളൊരു സ്റ്റാഗ്നൻറ്റ് ഫേസിന് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, പുതിയ ഐഡിയാസ് ഉണ്ടാവുന്നുണ്ട്, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതല്ല വെച്ചാൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടൊരു ഐഡിയ. അപ്പോൾ അങ്ങനത്തെ എനർജീസാണ് ഞാനിവിടെ കാണുന്നത്. ഒരു പുതിയ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഏസ് ഓഫ് സോഡ്സ് ഇവിടെ? വാവ്, ഏസ് ഓഫ് സോഡ്സും ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം ഒരു നല്ല മാസമാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങണം വെച്ചാൽ ഈ മാസം ഡെഫിനറ്റ്ലി പോസിറ്റീവാണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, പുതിയ ഐഡിയാസൊക്കെ നിങ്ങൾ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ അതിൽ കുറേ സക്സസ് കിട്ടും നിങ്ങൾക്ക്. ജോലിക്ക് അപ്ലൈ ചെയ്യണം വെച്ചാൽ ഈ മാസം നല്ല മാസമാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. നിങ്ങളുടെ ലൈഫിൽ വരണ പുതിയ ബിഗിനിങ്സൊക്കെ കുറേ സ്റ്റേബിൾ ബിഗിനിങ്സ് ആണ് ഉണ്ടാവാൻ പോണത്. കുറേ ഫിനാൻഷ്യലി നല്ല ബിഗിനിങ്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ വന്നു വെച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ വന്നു വെച്ചാൽ അത് ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യുക. എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് കുറേ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ആ ബിസിനസ് നിങ്ങൾക്ക് വലുതാക്കിയിട്ട് കുറേ സക്സസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ? നൈറ്റ് ഓഫ് വോൺസ്. അപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് ട്രാവൽഡ് എനർജിയാണ്. നിങ്ങൾ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ടാവും ഈ മാസം. അതല്ല വെച്ചാൽ ട്രാവലിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇത് പാഷൻ്റെ എനർജിയും ആണ്. അപ്പോൾ കുറേ പാഷനറ്റ് എനർജിയിലാണ് നിങ്ങൾ. കുറേ എനർജി ഉണ്ടാവും, കാര്യങ്ങൾ ചെയ്യാൻ ഒരു എൻതൂസിയാസം ഉണ്ടാവും. കുറേ വേറെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ചാൻസുമുണ്ട്.
റൊമാൻറ്റിക്കലി ഈ മാസം അത്ര സ്റ്റേബിൾ അല്ല, പക്ഷേ മറ്റേ കാര്യങ്ങളൊക്കെ നല്ല പോലെ മുമ്പോട്ട് പോവും. കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരു വാട്ടർ സൈൻ്റെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ ജാതകത്തിൽ എവിടെയോ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ അല്ല വെച്ചാൽ ആ നക്ഷത്രം എവിടെയോ ഉണ്ടാവും. അപ്പോൾ ഈ കിങ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യണ പേഴ്സൺ ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിരുന്നില്ല. ഇമോഷണലി നിങ്ങളുടെ ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി പാസ്റ്റിൽ. ഇത് ജോലിയുടെ കാരണമാവാം. കുറേ സ്ട്രെസ്, വർക്ക് സ്ട്രെസ് അല്ല വെച്ചാൽ ജോലിയുടെ സ്ട്രെസ്സൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇമോഷണലി കുറേ മെൻ്റലി കുറേ ടയേർഡായിരുന്നു. പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഈ ഡിഫിക്കൾട്ട് സമയം നിങ്ങളുടെ ലൈഫിൽ അത് തീർന്നു. ഇപ്പോൾ വരാൻ പോകുന്ന സമയം പറഞ്ഞാൽ മേയിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. എസ്പെഷ്യലി റൊമാൻറ്റിക് സിറ്റുവേഷൻസിൽ ഒരു പുതിയ ലവ് ഓഫർ, അതല്ല വെച്ചാൽ ആരോ നിങ്ങളോട് അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കണു, ഓഫർ തരണു, ഒരു പ്രപ്പോസൽ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മൂൺ ആദ്യം ഇമോഷണൽ എനർജിയാണ്. പൈസീസ് അല്ല, ക്യാൻസർ ആണ് മിക്കവാറും ഉണ്ടാവുക. പൈസീസും ആവാം. പക്ഷേ ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സ് ഒക്കെ മുമ്പേ പറഞ്ഞാൽ അവർക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയണ്ടായില്ല ഈ പേഴ്സൺ ഇത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ ഇത്രയും സ്നേഹം ഉണ്ടെന്ന് അത് നിങ്ങൾക്ക് അറിയണ്ടായില്ല. ഇത് നിങ്ങളുടെ ഫീലിങ്സും ആവാം. നിങ്ങൾക്ക് ആരോ ഇഷ്ടമായി ആൻഡ് നിങ്ങൾ ഈ ഫീലിങ്സിനൊക്കെ ഒളിപ്പിച്ച് വെക്കണു. പറഞ്ഞാൽ അങ്ങനെ ആരോടും പറയണില്ല, സീക്രട്ടായി വെക്കണു. പക്ഷേ ഈ സീക്രട്ട് പുറത്ത് വരാൻ പോകുന്നുണ്ട് ഈ മാസം. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ ഒരു വെർഗോ എനർജി കാണാണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഈ പുതിയ പേഴ്സൺ ഒരു വെർഗോ ആയിരിക്കാം. വെർഗോ അല്ല വെച്ചാൽ ഒരു എർത്ത് സൈൻ ആയിരിക്കാം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് ഒരു മെച്യോർ പേഴ്സണാണ് ഇവർ. ഒരു ഫാമിലി പേഴ്സണാണ്, വർക്കിംഗ് പേഴ്സണാണ്. അപ്പോൾ അവർക്ക് ഫാമിലി ലൈഫും ജോലിയും രണ്ടും മാനേജ് ചെയ്യാൻ അറിയാം, ബാലൻസ് ചെയ്യാൻ അറിയാം. കുറേ ഒരു ലവിങ്, കെയറിങ് ടൈപ്പ് ഓഫ് പേഴ്സണാണ്. അപ്പോൾ കുറേ ഹാർഡ് വർക്കിംഗ് പേഴ്സണുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകണു. പക്ഷേ ഫ്യൂച്ചറിൽ 10 ഓഫ് സോഡ്സ് ആണ്. ഫ്യൂച്ചറിൽ ബിട്രിയലുടെ എനർജിയാണ് ഇത്. അപ്പോൾ എന്താണ് ഈ 10 ഓഫ് സോഡ്സ് ഉള്ളത്? അപ്പോൾ ഇവിടെ ഞാനൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി കാണുന്നുണ്ട്. ഈ പാസ്റ്റ് പേഴ്സൺ ആരാണ്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ പേഴ്സൺ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾ മീറ്റ് ചെയ്യണ പേഴ്സൺ, ഈ പേഴ്സൺ ഒരു മാരിഡ് പേഴ്സൺ ആയിരിക്കാം. അതല്ല വെച്ചാൽ അവർ സെപ്പറേറ്റഡ് ആയിരിക്കാം. അതുമല്ല വെച്ചാൽ അവർ മുമ്പേ മാരീഡ് ആയിരുന്നു, ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം. പക്ഷേ ഈ പേഴ്സൻ്റെ ആരോ പാസ്റ്റിന് ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ തന്നെ എൻഡാവണു. അതുകൊണ്ട് നിങ്ങൾക്കും കുറേ ഒരു ബിട്രിയലായി ഫീൽ ചെയ്യണു. വേറെ സ്റ്റോറി എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അറിയണ്ടായില്ല ഈ പേഴ്സൺ മാരീഡാണ്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടായില്ല ഈ പേഴ്സൺ വേറെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നു എന്ന്. ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അത്ര അറിയണ്ടായിരുന്നില്ല. ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമ്പോൾ, ഈ കാര്യം പുറത്തു വരുമ്പോൾ നിങ്ങൾ കുറേ ഹേർട്ടായി ഫീൽ ആവണു. ഇവിടെ കുറേ ഒരു ബിട്രിയലുടെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട് ഒബ്വിയസ്ലി. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവില്ല എന്ന് നിങ്ങൾക്കത് കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. ഡെത്താണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഈ മാസം ഒരു എൻഡിങ്, ഈ മാസമല്ല പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എന്തോ എൻഡായിട്ട് ഒരു പുതിയ ബിഗിനിങ് തുടങ്ങണു നിങ്ങളുടെ ലൈഫിൽ. 2 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ.
ഫോർ സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ഹീലിംഗ് എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഓൾറെഡി ഇത് അറിയുണ്ടാവും അത് ഈ പേഴ്സണിൻ്റെ ലൈഫിൽ വേറെ ആരോ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമായിരിക്കും, പക്ഷേ ആ പേഴ്സൺ വേറെ ആരുടെയോ കൂടെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെന്ന് ഈ കാര്യം നിങ്ങൾക്ക് ഈ മാസം ചിലപ്പോൾ അത് മനസ്സിലാവും. അതുണ്ടാവുമ്പോൾ ഡെഫിനറ്റ്ലി കുറേ പെയിൻ ഉണ്ട്, ഹേർട്ട് ഉണ്ട്, കുറേ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. അതിനെ നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കണു. അപ്പോൾ അത്ര സോഷ്യലൈസിങ് ഉണ്ടാവില്ല നിങ്ങളുടെ ലൈഫിൽ ഈ മാസം. കുറച്ചൊരു പറഞ്ഞാൽ നിങ്ങൾക്ക് തനിച്ചനെ ഇരുന്നിട്ട് കാര്യങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, അതൊക്കെ നിങ്ങൾ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. വേറെ ആൾക്കാരുടെ കൂടെ അത്ര മിങ്കിളില്ല, സംസാരിക്കില്ല. അങ്ങനത്തെ എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് ഹീൽ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞാൽ അതാണ് ആ ഹീലിംഗ് ഫേസാണ് നിങ്ങൾക്ക് ചാലഞ്ച് ഉണ്ടാവുക. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, വേറെ പറഞ്ഞാൽ ഈ പേഴ്സൺ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി വേറെയും ആൾക്കാരുണ്ടാവും. ഓക്കെ, 10 ഓഫ് വാൻഡ്സ്. ഈ റിലേഷൻഷിപ്പ് എനിവേ ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു. നിങ്ങളായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ കുറേ എഫേർട്ട് ഇടുണ്ടായിരുന്നത്. നിങ്ങളായിരുന്നു ഈ പേഴ്സണെ കുറേ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നേ, കോൾ ചെയ്യുന്നുണ്ടായിരുന്നേ. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അവർ മേ ബി വേറെ ആരുടെയോ കൂടെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ അവർ മേ ബി അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അപ്പോൾ അതിൽ ഈ റിലേഷൻഷിപ്പ് ഓൾറെഡി ഒരു ഇംബാലൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതിനെ വിടുക. എന്നുവെച്ചാൽ എനിവേ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ബാലൻസ് ഉണ്ടാവില്ല. ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിരിക്കണു. പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ പുതിയ ബിഗിനിങ്സ് വേറെ ഉണ്ടാവും. വേറെ ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ വരും. ഇതൊരു ലെസൺ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ, അതാണ് നിങ്ങളുടെ ട്രൂ സോൾമേറ്റ്. അതായിരിക്കും, ആ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് ഉണ്ടാവുക. അപ്പോൾ പുതിയ ബിഗിനിങ്സ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുക. പറഞ്ഞാൽ മൈൻഡ് ഓപ്പൺ ആക്കുക. ഇതൊരു ലെസണായിട്ട് എടുക്കുക ആൻഡ് മുമ്പോട്ട് പോവുക. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട് ഈ മാസം. 9 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 7 ഓഫ് പെൻറ്റിക്കിൾസ്, 6 ഓഫ് വാൻഡ്സ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ പോപ്പുലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. കരിയറിൽ, ലവിൽ. ഞാൻ കാണുന്നത് നിങ്ങളൊരു സ്പോട്ട് ലൈറ്റിലാണ്. കുറേ ഫെയിം, പോപ്പുലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് വെച്ചാൽ അവിടെ വൈറലാവണു. അതല്ല വെച്ചാൽ എന്തോ ഒരു നല്ല പറഞ്ഞാൽ ജോലിയിലായിരിക്കും എന്തോ ഒരു അവാർഡ് കിട്ടണോ, ഇല്ല വെച്ചാൽ പ്രൊമോഷൻ, അങ്ങനെ എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് അതൊരു വിഷായിരുന്നു നിങ്ങൾക്ക്. നിങ്ങൾ കുറേ ആയി ഈ കാര്യത്തിന് വിഷ് ചെയ്യണു. ആ വിഷ് ഫുൾഫിൽ ആവുന്നുണ്ട് ഈ മാസം. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എന്തോ അവാർഡ് കിട്ടണോ, ഇല്ല വെച്ചാൽ ബോസ് നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരണോ, ബോണസ് കിട്ടണോ, എന്തോ അങ്ങനെ ഒരു സ്പോട്ട് ലൈറ്റിലാണ് നിങ്ങൾ. കുറേ ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണു. അങ്ങനത്തെ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. ഔട്ട്കം 5 ഓഫ് കപ്സ്. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ഓബ്വിയസ്ലി അപ്സെറ്റാണ്. ഈ സിറ്റുവേഷൻ വർക്കൗട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ വിഷമമുണ്ട് മനസ്സിൽ. ഇടയ്ക്കിടയ്ക്ക് ആ കാര്യത്തിന് തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ പേഴ്സണെ നിങ്ങൾ മിസ് ചെയ്യണു. പക്ഷേ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ വേറെ ഒരു ചോയ്സ് ഒന്നുമില്ല. 8 ഓഫ് കപ്സ് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ചിലപ്പോൾ. പക്ഷേ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ മീറ്റ് ചെയ്യാൻ പോണേ ഉള്ളൂ. പറഞ്ഞാൽ നിങ്ങളുടെ സോൾമേറ്റ് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടില്ല. 3 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ സോൾമേറ്റ് വരാൻ പോണ സോൾമേറ്റും നിങ്ങളുടെ ജോലിയുടെ ത്രൂ തന്നെ ആയിരിക്കും. അതല്ല വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ത്രൂ. പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ മീറ്റ് ചെയ്യണ ഒരു പേഴ്സൺ ആയിരിക്കും. കുറേ ട്രഡീഷണൽ എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു അറേഞ്ച്ഡ് മാരേജ് അല്ല വെച്ചാൽ അങ്ങനത്തെ ഒരു അറേഞ്ച്ഡ് മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണുന്നത്.
ലവേഴ്സ് ജെമിനൈ എനർജി, ടോറസ് എനർജി ഉണ്ട് ഇവിടെ, വെർഗോ എനർജി ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, അക്വേരിയസ്, ലീബ്ര പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ. ഇതാണ് മേജർ സൈൻസ് ഇവിടെ ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? അപ്പോൾ ജെമിനായി വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, അപ്പോൾ നിങ്ങളുടെ പുതിയ പേഴ്സൺ, നിങ്ങളുടെ പുതിയ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ തന്നെ ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പോൾ ഗെറ്റ് റെഡി. ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷന് പുറത്ത് വരാനും നിങ്ങൾക്ക് കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും നിങ്ങൾ റെഡി ആവുമ്പോഴേക്കും ഈ പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ റെഡിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ജെമിനായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.